നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ജെമിനി, ലീബ്ര, അക്വാറിയസ് എനർജിയിലുള്ള ആൾക്കാർ, അത് മേ ബി സൺ, മൂൺ ഓർ റൈസിംഗ് സൈനിലുള്ള ആൾക്കാരാവാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാല് വളരെ ബോൾഡായിട്ടും വളരെ ജെനുവനായിട്ടും ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ എന്തോ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിന്നും അയാൾ മാറി നിൽക്കുന്നത്. അപ്പോൾ ഈ എനർജിയിലുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി ഇയാള് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമിൽ കൂടെയാണ് പോകുന്നത്. ഒരുപാട് ഇയാളുടെ ലൈഫിൽ കോൺഫ്ലിക്ട്സ്, വഴക്കുകള്, ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ തിരിച്ച് അതേപോലുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഒന്നും വഴക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ. മേ ബി ഫാമിലി വൈസ് ആയിരിക്കാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ജോബില് ഉള്ള സ്ഥലത്ത് വെറുതെ അനാവശ്യമായിട്ട് ഇയാൾ പോയി ചെന്ന്, അതായത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾക്കുള്ളിൽ വളരെ ദേഷ്യമുണ്ട് അയാൾക്ക്. നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും മേ ബി ഒരു ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിലീജിയൻ ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇയാൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നൊരു എനർജിയാണ്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിയത്, നിങ്ങളിൽ നിന്ന് അയാളെ വലിച്ചു കൊണ്ട് പോയത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ബാക്കിയുള്ള വേൾഡിലുള്ള ബാക്കി എല്ലാവരോടും ദേഷ്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ് ഇയാള് ഈച്ച് ആൻഡ് എവറി വണ്ണിനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആണ് ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി. ഇപ്പൊ സാധാരണ നമ്മളൊന്ന് ചെന്നൊരു ഹായ് പറഞ്ഞാൽ പോലും അയാൾക്കത് പിടിക്കില്ല. അത്ര ഒരു വല്ലാത്തൊരു ഈ എനർജിയിലാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോ നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ ആ ഒരു നിങ്ങളിൽ നിന്നും വിട്ടുപോയതും നിങ്ങളെ മിസ് ചെയ്യുന്നതിന്റെയൊക്കെ ആ ഒരു ഇമോഷൻസ് ആണ് ഇപ്പൊ ആ ഒരു വ്യക്തിനെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു എനർജി ഷിഫ്റ്റ് ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോ ഇപ്പൊ എല്ലാം തന്നെയും തകർന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഗ്രാജുവലി ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് വരികയും നിങ്ങൾ രണ്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇയാളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പോയിട്ടുള്ളത്, അതായത് ഒരുപാട് ജോലിയും കാര്യങ്ങളും എല്ലാം ഇമോഷണലി എല്ലാം ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പൊ അതെല്ലാ കാര്യങ്ങളും വീണ്ടും പഴയതുപോലെ വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ യൂണിവേഴ്സ് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് അതെല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു കാർഡാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് പോസിറ്റീവ്